ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരത്തിലെ സ്വർണം പൂശിയ ആലില രൂപങ്ങൾ കാണാനില്ല. ആകെയുള്ള 28 ആലിലകളിൽ 15 കാണാതായത്. ശക്തമായ കാറ്റിൽ ഇളകിപ്പോയതാകാമെന്ന് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. സംഭവത്തെക്കുറിച്ച് ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട്. 2017 ജൂൺ 25 ശബരിമലയിൽ പുതിയ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചത്. അന്നത്തെ ദൃശ്യങ്ങൾ ആദ്യമൊന്ന് കാണാം. ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫീനിക്സ് ഇൻഫോടെക്കാണ് സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചത്. 3 കോടിയിലധികം രൂപ മുടക്കി 9 കിലോയോളം സ്വർണം ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. കൊടിമരത്തിന് ഏറ്റവും മുകളിലായി കാണുന്നത് അയ്യപ്പന്റെ വാഹനം എന്ന് വിശ്വസിക്കുന്ന ബാജി വാഹനം. തൊട്ടു താഴെ ഒരു പീഠമുണ്ട്, അതിന് താഴെ ഒരു തട്ടുണ്ട്. ആ തട്ടിന്റെ അടിയിലായി സ്വർണം പൂശിയ ആലകളുണ്ട്. 28 ആലകളായിരുന്നു 2017 ജൂൺ 25 ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് 13 മാത്രമാണുള്ളത്. ബാക്കി 15 എവിടെ പോയി? ശക്തമായ കാറ്റിലോ ശക്തമായ രീതിയിൽ വെള്ളം ഉപയോഗിച്ച് കൊടിമരം കഴുകിയപ്പോഴോ സ്വർണം പൂശിയ ആലില രൂപങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണ് ഈ ആലില രൂപങ്ങൾ. സ്ഥാപിക്കുമ്പോൾ തന്നെ സംരക്ഷിക്കാനുള്ള നടപടി കൂടി കൈക്കൊള്ളേണ്ടതായിരുന്നു. എന്നാൽ അത്തരമൊരു നീക്കം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. സ്വർണം പൂശിയ നഷ്ടപ്പെട്ട ആലില രൂപങ്ങൾ എവിടെയെന്ന് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. കഴിഞ്ഞ ദിവസം നടത്തിയ കണക്കെടുപ്പിൽ ഈ ആലകൾ ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത് ദേവസ്വം ബോർഡാണ്. പക്ഷേ പലപ്പോഴും ഭക്തർ സമർപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ആഭരണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സാമഗ്രികളെക്കുറിച്ചോ ഉള്ള കൃത്യമായ രേഖകൾ ദേവസ്വം ബോർഡ് സൂക്ഷിക്കുന്നില്ല എന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. അത് വാസ്തവവുമാണ്. എന്തായാലും ഇതിന് മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡും മറ്റ് ഉദ്യോഗസ്ഥരുമാണ്. ക്യാമറമാൻ VS ബിജുവിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.